ഹായ്, പുതിയ യാത്രയിലേക്കാണ്. ഇതുണ്ടോ, മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ്. മന്നവരുതിയിൽ നിന്ന് മാടത്തരുവിയിലേക്ക് പോകുന്ന വഴിയാണ്. ഈയിടയ്ക്ക് പുതിയതായിട്ട് പ്രശസ്തമായതാണ് ഈ വെള്ളച്ചാട്ടം. ഞാനിവിടെ വെള്ളച്ചാട്ടത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത്. എന്തോ ബുദ്ധിമുട്ടാണെന്നറിയാം. ഓഫ് റൈഡ് റോഡാണ്, നടുവൊക്കെ ഭയങ്കര വേദനയാണ്. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം മാടത്തരുവി അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. ഇപ്പോൾ ഈ പോകുന്ന വഴി മുഴുവൻ കുണ്ടും കുഴിയുടെ പൊട്ടിപ്പൊളിഞ്ഞ റോഡ്, കൂടാതെ ഒരു ചള്ളൻ. എന്തായാലും വല്ലാത്തൊരു വഴി തന്നെയാണ്. അവിടെ ഒരു ചേട്ടൻ നിൽപ്പുണ്ട്. അപ്പോൾ മാടത്തരുവിയിലെ കാഴ്ചകളൊക്കെ കാണിക്കണ്ടേ? അപ്പോൾ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടായിരിക്കും മാടത്തരുവി വരുന്നത്. ഒറ്റ വീഡിയോയെ കാണത്തുള്ളൂ, വേറെ വീഡിയോ രണ്ടാമത് പാർട്ട് ഇറങ്ങുന്ന പരിപാടിയൊന്നുമില്ല. ഒറ്റ വീഡിയോ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ മാടത്തരുവി ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളും കാഴ്ചകളും. ഒരു ടിപ്പർ ലോറി വരുന്ന വരവ് നോക്കിയേ. ടിപ്പർ ലോറി വരുന്നുണ്ടേ. ഈ തീർത്ഥം കുണ്ടും കുഴിയുള്ള ഈ പന്ന വഴി കൂടെ ഈ ടിപ്പർ പോകുന്നത്. നല്ല ഡ്രൈവറാണ് കേട്ടോ, കൈയൊക്കെ കാണിച്ചു തന്നത്. ഇവിടെ പാറ പൊട്ടിക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പാറയുമായിട്ട് പോകുന്നതാണ്. ഇതിനു മുമ്പ് 1-2 ലോറി ഞാൻ കണ്ടായിരുന്നു. അല്ല, ചള്ളയിലൂടെ ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുക. ഓ ഗൈസ്, നോക്കൂ, മാടത്തരുവി കാണാൻ എന്ത് മനോഹരിയാണ്. ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇതായത് ഉൾഗ്രാമത്തിലുള്ള അരുവിയാണ്. ഇവിടെ അത്ര പ്രശസ്തമായിട്ടില്ലെന്ന് തോന്നുന്നു ഈ മാടത്തരുവി. അത്ര ആൾക്കാരുടെ തീരെ കുറവ് കാണിക്കുന്നത്. 1-2 പിള്ളേരൊക്കെ താഴോട്ട് പോകുന്ന കണ്ടായിരുന്നു. അത്ര ആൾക്കാരേ ഉള്ളൂ. എന്താ, നമ്മുടെ മീൻമുട്ടുപാറ വെള്ളച്ചാട്ടം പോലുണ്ട് ഇത് മാടത്തരുവിയിൽ. ഈ സൈഡ് ഇറങ്ങുമ്പടി ഇങ്ങനെ പോണം. ഈ വഴി കിടക്കുന്നുണ്ട്. ഇങ്ങനെ നേരെ ഇങ്ങനെ കയറി പോകണം ഈ വഴിയിലൂടെ. ഞാൻ ആ വഴി കണ്ടോ, ആ വഴിയാണ് ഞാൻ ഇറങ്ങി വന്ന്. തിരിച്ച് പോകാനുള്ള വഴി എന്ത് ചെയ്യും? നമുക്കത്ര വഴി അങ്ങോട്ടും ഇങ്ങോട്ടും വഴികളൊക്കെ ഉണ്ട്. ആ പോകുന്ന വഴിക്ക് ഞാൻ എന്ത് ചെയ്യും? ഈ വഴികൾ ഇങ്ങനെ ഓടിച്ചിടും. ഇങ്ങനെ ഓടിച്ചിടുമ്പോൾ ഉണ്ടല്ലോ, അപ്പം നമുക്ക് മനസ്സിലാവും. ഒന്നുകൂടെ ഞാൻ കാണിക്കാം. ഇതുണ്ടോ, വരുന്ന വഴി ഞാൻ ഇങ്ങനെ ഓടിച്ചിടുമ്പോൾ നമുക്ക് കറക്റ്റ് പോകാനുള്ള വഴി കിട്ടും. ഇങ്ങനെ ഞാൻ ഓരോരോ കാടുകൾ മേഖലയിലൊക്കെ വീഡിയോ പോകുമ്പോൾ ഉൾഭാഗത്തിലോട്ടൊക്കെ പോകുമ്പോൾ എന്തിനും ഇങ്ങനെ ഓടിച്ചിടും. അപ്പോൾ എനിക്ക് വഴി മനസ്സിലാവും. അപ്പോൾ ഞാൻ ഓടിച്ച സംഭവം, അപ്പോൾ എനിക്ക് അതുവഴി ഇങ്ങനെ കയറി പോകാൻ പറ്റും. ഈ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന വഴിയേ ഉള്ളൂ ഇച്ചിരി പ്രയാസം. കാരണം 5-6 വഴി അങ്ങോട്ടും ഇങ്ങോട്ടും കൊച്ചു വഴിയുണ്ട്. ആ പിള്ളേർ പോകുന്ന കണ്ടുകൊണ്ടാണ് ഞാനും വന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഓടിച്ചിങ്ങ് പോരുന്നു. ഗൈസ്, ഇത് മനോഹരമായ നമ്മുടെ ഡ്രോൺ ക്യാമറയുടെ കാഴ്ചകളാണ് ഇത്. ഇവിടെ 2 കുട്ടികൾ മരണപ്പെട്ട സ്ഥലമാണ്. അതുമാത്രമല്ല, മറിയക്കുട്ടി എന്ന് പറഞ്ഞ ആളും ഇവിടെ കൊലക്കേസ്. അന്ന് ഒരു സിനിമയൊക്കെ ഇറങ്ങിയിരുന്നു, മാടത്തരുവി എന്നൊക്കെ പറഞ്ഞ്. മറിയക്കുട്ടിയെ കൊന്ന് ഇവിടെ കൊണ്ടിട്ടതായിരുന്നു. അങ്ങനെ ആയിരിക്കും തോന്നുന്നു മാടത്തരുവി എന്ന് പേര് കിട്ടിയത്. അതിമനോഹരിയാണ് ഈ മാടത്തരുവി. ഡ്രോണിനാകുമ്പോൾ നമ്മളിത് ആക്ഷനിലാണ് ഞാൻ ഈ വീഡിയോ എടുത്തേക്കുന്നത്. അപ്പം ഡ്രോൺ മെല്ലെ ചലിക്കാൻ തുടങ്ങി. എന്താ അനുഭവം എന്നറിയോ? ഞാനിവിടെ ആദ്യമായിട്ട് വന്നതുകൊണ്ട് എനിക്കാദ്യം പേടിയുണ്ടായിരുന്നു. കാരണം വെള്ളത്തിലോട്ടൊക്കെ ഇറങ്ങുമ്പം ഇനി കുഴിയുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ അറിയണ്ടേ. അപ്പോൾ ഇങ്ങോട്ട് ഡ്രോൺ ക്യാമറ കഴിച്ചപ്പോൾ കുഴിയായിട്ടൊന്നും കാണുന്നില്ല. വെള്ളം കുഴിഞ്ഞിറങ്ങുന്ന ഭാഗത്തായിട്ട് നല്ല വെള്ളം ഉണ്ടെന്നാണ് ഞാൻ ഒരു ചേട്ടനോട് ചോദിച്ചത്. അപ്പം 2 പിള്ളേരും
അവിടെ വന്നായിരുന്നു. 2 മാത്രമല്ല, കുറേ പിള്ളേർ അവിടെ വന്ന് ഭയങ്കര ചാട്ടവും ഒക്കെ ആയിരുന്നു. ഞാൻ വന്നത് റാന്നിയിൽ നിന്നായിരുന്നു. അപ്പം റാന്നിയിൽ നിന്ന് വന്നപ്പോൾ കഴിഞ്ഞാൽ അവിടുന്ന് നമ്മളെ ബസ്സിന് വന്നിറങ്ങി. ബാക്കിയുള്ളത് നമ്മുടെ ഓട്ടോയ്ക്കായിരുന്നു. ഇതിനു മുമ്പേ ഞാൻ ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇലന്തൂർ നരബലി കേസിലെ ആ വീടിൻ്റെ അവസ്ഥയെപ്പറ്റി ഒരു കൊച്ചു വീഡിയോ. അപ്പോൾ ആ വീഡിയോ എല്ലാവരും കയറി കാണണമെന്ന് എല്ലാവരോടും പറയുന്നു. അപ്പോൾ ഈ കാഴ്ച എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നമ്മുടെ കൂട്ടുകാർ പിള്ളേരൊക്കെ കണ്ടായിരുന്നു, പഴയ കൂട്ടുകാർ. ഡ്രോൺ മേലോട്ട് ചലിക്കുമ്പോൾ ഉണ്ടല്ലോ, മേലോട്ട് പൊക്കി വിടുമ്പോൾ കാണാൻ അതിമനോഹരിയാണ് ഒന്നുകൂടി. ഈ പച്ചപ്പിനിടയിലൂടി താഴോട്ട് വെള്ളം പതിക്കുമ്പോൾ ഇതിൻ്റെ മേളിൽ നിന്നാണ് 2 പിള്ളേർ, 16ഉം 17ഉം വയസ്സുള്ള 2 പിള്ളേർ മരണപ്പെടുകയുണ്ടായി. അപ്പോൾ നിങ്ങൾ വെള്ളത്തിൽ കളിക്കുവാണെങ്കിൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, കുഴിയിലൊന്നും ചെന്ന് ചാടുകയൊന്നും ചെയ്യരുത്. ഇവിടെയെന്ന് മാത്രമല്ല, എല്ലാ വെള്ളച്ചാട്ടങ്ങളുള്ളിടത്ത് അവിടെ ഒരു അപകടം കെണി ഉണ്ടാവും. ഈ പെരുന്തേനരുവി പോലെ, പെരുന്തേനരുവി അടുത്ത പ്രാവശ്യം പെരുന്തേനരുവി വീഡിയോസ് ആയിരിക്കും വരുന്നത്. അതിനു മുമ്പേ നമ്മുടെ ഡ്രോൺ ക്യാമറയുടെ പരിചയപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും.
ഇവർ വാട്ടർഫാൾസിൽ കുളിക്കാൻ വന്നവരാ. ഇവർ കുറേ നേരം എന്നോട് സംസാരിക്കുകയും ചെയ്തിരുന്നു ഡ്രോൺ പറത്തുന്ന കണ്ടുകൊണ്ട്. അപ്പോൾ വ്ളോഗാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ വ്ളോഗാണ്. എവിടുന്നാണ് വരുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ റാന്നി ഭാഗമാണ്. റാന്നി നമ്മുടെ കുറിയന്നൂരാണ്. എന്തുവാണ് ജോലിയും ചോദിച്ചു. ഞാൻ പറഞ്ഞു ബേക്കറിയുടെ ചെഫാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്കും വീഡിയോ ഒക്കെ എടുത്തപ്പം ഭയങ്കര സന്തോഷമായി. പക്ഷെ എനിക്ക് ചാടാൻ പേടിയുണ്ട്. പക്ഷെ ഇവിടുത്തുകാരായതുകൊണ്ട് അവർക്ക് ഒരു പേടിയില്ല. അവരൊക്കെ നേരെ എടുത്ത് ചാടി അപ്പുറത്തും ഇപ്പുറത്തും നീന്തി പോകുന്നുണ്ട്. ആ കാഴ്ചകളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അറിയാവുന്ന രീതിയിലാണ് ഞാൻ വ്ളോഗ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു തിരുത്തൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലൊന്നുമല്ല, നമുക്ക് എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നെ അറിയിക്കണമെന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. ഓ ഗായ്സ്, നോക്കൂ, ഞാൻ ഒത്തിരി നാളായി വാട്ടർഫാൾസിൻ്റെ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ അടുത്തൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് നമ്മുടെ സുഹൃത്ത് പറഞ്ഞപ്പോൾ ഞാൻ വന്ന് എടുത്തതാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യങ്ങൾ. ഈ രണ്ട് ഭാഗത്തും റബ്ബറും തോട്ടമാണ്, രണ്ട് ഭാഗത്തുമായിട്ട്. അപ്പം അതിൻ്റെ നടുക്കൂടെ ഒരു ചെറിയ പുഴയായിട്ടൊഴുകുന്നതാണ് നമ്മുടെ മാടത്തരുവി വാട്ടർഫാൾസ്. ഇവർക്ക് പേടിയൊന്നും ഇല്ലാണ്ടല്ലേ, ഒന്ന് പെരിയ നീന്തി അപ്പുറത്തോട്ട് പോകുന്നു. അവിടെ നിന്നുള്ള ആൾക്കാർ ഇപ്പുറത്തോട്ട് വരുന്നു. അപ്പോൾ ഗൈസ് നോക്കൂ, ഞാൻ ആദ്യം ചെയ്തത് മീൻമുട്ടുപാറ വെള്ളച്ചാട്ടമായിരുന്നു. അതും ഇതുപോലുള്ളൊരു വെള്ളച്ചാട്ടമായിരുന്നു. അത് വേറെ ആരെയും യൂട്യൂബ് ചാനലൊന്നും വന്നിട്ടില്ല. അത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കൂടെ ആയിരുന്നു ഞാൻ ഇറങ്ങിപ്പോയത്. അപ്പോൾ പരിചയമുള്ള ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അതിസുന്ദര മനോഹരി. ഏതുണ്ട് മാടത്തരുവിലെ വെള്ളച്ചാട്ടം. ഇത് താഴ്വശത്താണ് കേട്ടോ, വെള്ളം ഇറങ്ങിപ്പോകുന്നത്. ഞാൻ വിളിച്ച് പേടിയുണ്ട്, കാരണം വെള്ളം തട്ടിക്കൊണ്ട് പോയാൽ പോയി. ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലപ്പോഴുണ്ട് പതങ്കയമുണ്ട്, കറക്കിയടിക്കുന്ന കയമൊക്കെ കാണും. നമ്മളെന്ത് ചെയ്യും, അതിനകത്തോട്ട് ഞാൻ ചാടും. നമ്മളെന്ന് പറഞ്ഞാൽ ഞാനല്ല, ഞാൻ കാണിക്കുന്നത് സൈഡിൽ നിന്നവിടെ വീഡിയോ എടുത്തിട്ട് മാന്യമായിട്ട് പോവുക. അല്ലാതെ വെള്ളത്തിലിറങ്ങിയുള്ള പരിപാടിയൊന്നും ഞാനില്ല. ഞാൻ നിൽക്കുന്ന എവിടെയാണെന്നറിയാം, ഒരു കരയിലെ ഭാവത്തില്ല. കണ്ടോ, കരയിലാണ് ഞാൻ നിൽക്കുന്നത്. ഗായ്സ് നോക്കൂ, ഈ കാഴ്ച എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരു പഴയ തൊടിയാ, നിറഞ്ഞ് ഇങ്ങനെ ഒഴുകുക. ഇവിടെ മൊത്തം ഊറ്ററവയാ. ഇവിടെ നിന്ന് നോക്കുമ്പോഴുണ്ടല്ലോ വേറൊരു കാഴ്ച കാണിച്ചു തരാം. ഈ വഴി ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ ചെന്ന് പതിയെ നോക്കുമ്പോൾ നോക്കിക്കേ, എങ്ങനെയുണ്ട്? അപ്പോൾ ഇതാണ് മാടത്തരുവി. മാടത്തരുവി ആരും കണ്ടില്ല കേട്ടില്ല എന്നൊന്നും പറഞ്ഞേക്കല്ല. ഗായ്സ് നോക്കൂ, നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാനുള്ള സമയമായി. അപ്പം ലൈക്ക് അടിക്കാനും ഷെയർ അടിക്കാനും
ഒരു ചെറിയൊരു സബ്സ്ക്രൈബ് ബെൽ ബട്ടനെ കൂടെ ഇങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതിമനോഹരമായ ഡ്രോണിൻ്റെ ദൃശ്യങ്ങളും ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ചില ടൂറിസ്റ്റ് പ്ലേസുകൾ വരുമ്പോൾ മാത്രം എനിക്ക് ഡ്രോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഞാൻ എവിടെ ഇരിക്കുന്നത് അറിയാം, ഒരു കല്ലിൻ്റെ പുറത്താണ്. ആ ഡ്രോൺ ഞാൻ ഉപയോഗിക്കുന്നതായിരിക്കും. ടൂറിസ്റ്റ് പ്ലേസുകളിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഡ്രോൺ ഉപയോഗിക്കാത്തത്. അപ്പോൾ ശരി, എന്നാൽ ബാക്കിയുള്ളവർക്കൂടെ ഈ വീഡിയോ കാണാൻ വേണ്ടി നിങ്ങൾ അവസരം കൊടുക്കണമെന്ന് ഞാൻ പ്രത്യേകം നിങ്ങളോട് പറയുന്നു. അപ്പോൾ അടുത്ത വീഡിയോ വരിക. സന്ധിപ്പും വണക്കം. അപ്പോൾ